പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 170-ാം വചനത്തിൻ്റെ അവസാന ഭാഗം സംസാരിച്ചു വരികയായിരുന്നു. അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ എന്നിടത്ത് അഖലിനെ മുന്തിപ്പിക്കുകയും ഹിദായത്തിനെ പിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രയോഗം. അതെന്തിന് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്രകാരം പ്രാമാണികർ ഉണർത്തിയ മറ്റൊരു വിഷയം, ലാ യഅഖിലൂന ശൈഅൻ, അവർ യാതൊന്നും ഗ്രഹിക്കുന്നില്ല, വലാ യഹ്തദൂൻ, അവർ സൽസരണി പ്രാപിക്കുന്നുമില്ല. ഒന്ന് പറഞ്ഞാൽ തന്നെ രണ്ടും ഉദ്ദേശിക്കപ്പെടുമല്ലോ. യാതൊന്നും അവർ ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ അവർ സൽസരണി പ്രാപിക്കുകയില്ല എന്നു വന്നു. അവർ സൽസരണി പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ അവർ യാതൊന്നും ചിന്തിക്കുന്നില്ല എന്നും വന്നു. എന്നിട്ടും എന്തിനാണ് ഇത് രണ്ടും ഈ ബഹുദൈവ വിശ്വാസികളുടെ അവിശ്വാസികളുടെ പിതാക്കന്മാരുടെ വിശേഷമായി സവിശേഷതയായി ഇവിടെ പറഞ്ഞത്? അതിലെ പൊരുൾ ലാ യഅഖിലൂന ശൈഅൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ജന്മസിദ്ധമായി ലഭിക്കുന്ന ദൃഷ്ണയും ബുദ്ധിയുമല്ല, പ്രത്യുത അഭ്യസിച്ച് നേടുന്ന ബുദ്ധിയും വിവരവുമാണ് അതുകൊണ്ട് ഉദ്ദേശം. അങ്ങനെ അവർക്ക് അഭ്യസിച്ച് അധ്വാനിച്ച് യാതൊന്നും ഗ്രഹിക്കാനാകുന്നില്ല. അതാണ് ലാ യഅഖിലൂന ശൈഅൻ എന്നതിൻ്റെ താല്പര്യം. വലാ യഹ്തദൂൻ എന്ന് പറഞ്ഞാൽ സന്മാർഗം പ്രാപിക്കലാണ്. അത് മറ്റുള്ളവരെ അനുകരിച്ചും അനുഗമിച്ചും നേടാവുന്നതുമാണ്. അനുകരണീയരായ ആളുകളെ അനുകരിച്ച് സൽസരണി അവർ പ്രാപിക്കുന്നില്ല എന്നുള്ളതാണ് വലാ യഹ്തദൂൻ എന്നതിൻ്റെ ഉദ്ദേശം. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുവാനാണ് ഒന്നിൽ പരിമിതപ്പെടാതെ രണ്ടും പ്രയോഗിക്കപ്പെടുകയുണ്ടായത്. ചിലർ പറഞ്ഞത് ലാ യഅഖിലൂന ശൈഅൻ എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് അറിവിനെയാണ്. വലാ യഹ്തദൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമലിനെയാണ്. അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ, അവരുടെ പിതാക്കന്മാർക്ക് ശരിയായ അറിവുമില്ല, വലാ യഹ്തദൂൻ, നേരായ കർമ്മവുമില്ല, എന്നിട്ടും അങ്ങനെയുള്ള പൂർവ്വപിതാക്കന്മാരെ അനുകരിക്കുകയോ എന്ന ആശയത്തെ ദ്യോതിപ്പിക്കാനാണ് ലാ യഅഖിലൂന ശൈഅൻ എന്നതും വലാ യഹ്തദൂൻ എന്നതും ഇവിടെ രണ്ടും പറയപ്പെട്ടത് എന്നാണ് പ്രാമാണികർ അതിൽ വിശദീകരിക്കുന്നത്. എന്തായാലും ഒട്ടും അനുകരണീയമല്ലാത്ത ആളുകളെ അനുകരിച്ച് ആദർശത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പെരുമാറ്റങ്ങളിലും സ്വഭാവമര്യാദകളിലുമൊക്കെ വഴികേടിൽ തുടരുന്ന ദുരവസ്ഥയാണ് ഇക്കൂട്ടർക്കുള്ളത്. ആ അനുകരണ ഭ്രമത്തിൽ അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ച കിതാബിലേക്കും സുന്നത്തിലേക്കും വരൂ, അതിനെ പിൻപറ്റൂ എന്ന് പറഞ്ഞാൽ അവർ അതിനെ പാടെ വിഗണിച്ച് ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന എന്ന് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇമാം അൽ ഫഖ്റുർ റാസി ഈ ഒരു വചനത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച്, അഥവാ ശൈത്താനെ പിന്തുടരുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ മുകളിലത്തെ വചനങ്ങൾ, അതിനെ തുടർന്ന് ഈ ഒരു വചനം പറഞ്ഞതിലെ പൊരുളായി പറഞ്ഞത് ഇന്നമാ ദക്കറ തആല ഹാദിഹിൽ ആയ ഉഖൈബ അസ്സജ്രി അൻ ഇത്തിബാഇ ഖുതുവാത്തി ശൈത്താൻ, ശൈത്താന്റെ കാൽവപ്പുകളെ പിന്തുടരുന്നതിനെ വിലക്കിക്കൊണ്ട് അതിന് തൊട്ട് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തംബീഹൻ അലാ അന്നഹു ലാ ഫർഖ ബൈന മുതാബഅതി വസാവിസി ശൈത്താൻ വബൈന മുതാബഅതി തഖ്ലീദ്, ശൈത്താന്റെ വസ്വാസുകളെ പിന്തുടരുന്നതിൻ്റെയും തഖ്ലീദ് അനുകരണം അതിനെ പിന്തുടരുന്നതിൻ്റെയും ഇടയിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളത് ഉണർത്താനാണ്. വഫീഹി അഖ്വാ ദലീലിൻ അലാ വുജൂബിൻ നബ്രി വൽ ഇസ്തിദ്ലാൽ, ഈ ഒരു ചേർത്ത് പറച്ചിലിൽ ബലപ്പെട്ട ഒരു തെളിവുണ്ട്. ഏത് വിഷയത്തിൽ? അലാ വുജൂബിൻ നബ്രി വൽ ഇസ്തിദ്ലാൽ, ചിന്തിക്കണം, തെളിവ് അന്വേഷിക്കണം, അത് നിർബന്ധമാണ് എന്നതിന്. വതർക്കി തഅവീൽ അലാ മാ യഖഉ ഫിൽ ഖാതിരി മിൻ ഗൈരി ദലീലിൻ, യാതൊരു തെളിവുമില്ലാതെ ഭാവനയിൽ ഭവിക്കുന്നത് ആശ്രയിക്കാൻ പാടില്ല എന്നതിനും ഇതിൽ ശക്തമായ തെളിവുണ്ട്. ഔ അലാ മാ യഖൂലുഹുൽ ഗൈർ മിൻ ഗൈരി ദലീൽ, യാതൊരു തെളിവുമില്ലാതെ മറ്റുള്ളവർ പറയുന്നതിനെ അവലംബിക്കാനും പാടില്ല എന്നതിനും ഇതിൽ ബലപ്പെട്ട തെളിവുണ്ട് എന്നാണ് ഫഖ്റുർ റാസി ഈ ഒരു വിഷയത്തിൽ പറയുകയുണ്ടായത്. അബുൽ ഖാസിം അൽ ഹുസൈൻ ഇബ്നു മുഹമ്മദ് അർ-റാഗിബുൽ അസ്ഫഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറുർ റാഗിബിൽ
ഇപ്രകാരം പറയുകയുണ്ടായി. ദമ്മഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കൂട്ടരെ ആക്ഷേപിച്ചു, കുറ്റപ്പെടുത്തി. കാരണം ബിഅന്നഹും അബ്തലു മാ ഖസ്സല്ലാഹു ബിഹിൽ ഇൻസാന മിനൽ ഫിക്രി വറവിയത്തി വറക്കബ ഫീഹി മിനൽ മആരിഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പ്രത്യേകമാക്കിയ ചിന്തയും മനനവും അവനിൽ ഘടിപ്പിച്ച വിജ്ഞാനങ്ങളും ഇക്കൂട്ടർ അസാധുവാക്കി എന്നതിനാലാണ്. വദാലിക അന്നല്ലാഹ മയ്യസൽ ഇൻസാൻ ബിൽ ഫിക്ർ ലിയഅരിഫ ബിഹിൽ ഹഖ്ഖ മിനൽ ബാതിൽ ഫിൽ ഇഅ്തിഖാദ് വസ്സിദ്ഖ മിനൽ കദിബി ഫിൽ അഖ്വാൽ വൽ ജമീല മിനൽ ഖബീഹി ഫിൽ ഫിഅൽ. ഈ പറഞ്ഞതിന്റെ വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വ്യതിരക്തമാക്കി. മയ്യസൽ ഇൻസാന ബിൽ ഫിക്ർ, ചിന്ത കൊണ്ട്. ലിയഅരിഫ ബിഹിൽ ഹഖ്ഖ മിനൽ ബാതിൽ ഫിൽ ഇഅ്തിഖാദ്, ആ ചിന്ത കൊണ്ടാണ് മനുഷ്യൻ വിശ്വാസകാര്യങ്ങളിൽ അസത്യത്തിൽ നിന്ന് സത്യത്തെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്. വസ്സിദ്ഖ മിനൽ കദിബി ഫിൽ അഖ്വാൽ, വാക്കുകളിൽ മൊഴികളിൽ വ്യാജമായതിൽ നിന്ന് സത്യസന്ധമായതിനെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്. വൽ ജമീല മിനൽ ഖബീഹി ഫിൽ ഫിഅൽ, പ്രവൃത്തികളിൽ മോശമായതിൽ നിന്ന് ഉത്തമമായതിനെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ചിന്ത കൊണ്ട് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യതിരക്തമാക്കി. ലിയതഹറൽ ഹഖ്ഖ വസ്സിദ്ഖ വൽ ജമീൽ, മനുഷ്യന് യാഥാർത്ഥ്യവും സത്യവും സുന്ദരവുമായത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് അവനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്ത നട്ടത്, ചിന്ത കൊണ്ട് അവനെ വ്യതിരക്തമാക്കിയത്. വയതജന്നബ അദ്ദാദഹ, ഹഖിനും സിദ്ഖിനും ജമീലിനും വിരുദ്ധമായ ബാത്തിലും ഖദീബും ഖബീഹും, അസത്യവും വ്യാജവും മോശമായതും മനുഷ്യൻ കൈയൊഴിക്കുന്നതിന് വേണ്ടി. വജഅല ലഹു മിൻ നൂരിൽ അഖ്ലി മാ യസ്തഗ്നി ബിഹ്, ഇങ്ങനെ തുടങ്ങി അറാഖിബുൽ അസ്ഫഹാനി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ ഒരു വചനം ഈ ഒരു കോർവയിൽ കൊണ്ടുവന്നത് എന്നതിൻ്റെ പൊരുളും യുക്തിയും ഉണർത്തിയിട്ടുണ്ട്. വളരെ ഗൗരവപ്പെട്ടൊരു വിഷയവും ഏറ്റവും അപകടകരമായ ഒരു മസ്അലയുമാണ്. പാരമ്പര്യത്തിലും പൈതൃകത്തിലും കടിച്ചു തൂങ്ങി പൂർവ്വപിതാക്കളിൽ തീവ്ര വിശ്വാസവും വികാരവും വെച്ചു പുലർത്തി കാരണവന്മാരെ അന്ധമായി അനുകരിച്ച് ആളുകൾ വർത്തിക്കുക എന്നുള്ളത്. ലോകത്ത് അന്നു മുതൽ ഇന്നോളം വഴികേടിൻ്റെ വാക്താക്കൾ പരീക്ഷിക്കപ്പെട്ട ഒരു വിഷയമാണ് ഈ ഒരു അനുകരണ വിഷയം. وَإِذَا قِيلَ لَهُمُ اتَّبِعُوا مَا أَنزَلَ اللَّهُ قَالُوا بَلْ نَتَّبِعُ مَا أَلْفَيْنَا عَلَيْهِ آبَاءَنَا എന്ന ഈ ഒരു വചനത്തിന്റെ വിഷയത്തിൽ ഇമാം അബുൽ ഹസൻ അലി ഇബ്നു അഹ്മദ് അൽ ഹറാലിയുൽ അന്ദുലുസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഫീഹി ഇശ്ആറുൻ ബിഅന്ന അവാഇദൽ ആബാഇ മൻഹിയത്തുൻ ഹത്താ യശ്ഹദ ലഹ ഷാഹിദു ഉബുവത്തിദ്ദീൻ എന്നാണ്. പൂർവ്വപിതാക്കളുടെ പതിവുകളും സമ്പ്രദായങ്ങളും അത് വിരോധിക്കപ്പെട്ടതാണ്. ഹത്താ യശ്ഹദ ലഹ ഷാഹിദു ഉബുവത്തിദ്ദീൻ, മതത്തിന്റെ പൈതൃകം അതിന് സാക്ഷിയാകുന്നത് വരെ പൂർവ്വപിതാക്കളുടെ നടപടിക്രമങ്ങളും ചര്യകളും അതിന് ദീനിന്റെ പൈതൃകം അനുകൂല സാക്ഷിയാകുന്നില്ല എങ്കിൽ പൂർവികരുടെ പൈതൃകങ്ങളും നടപടികളും ചര്യകളുമൊക്കെ ദീനിൽ വിലക്കപ്പെട്ടതാണ് എന്നതാണ് ഈ വചനം വിളിച്ചറിയിക്കുന്നത്. പണ്ഡിതന്മാർ ഇങ്ങനെ ഈ ഒരു വിഷയത്തെ ഉണർത്താൻ കാരണം എക്കാലഘട്ടത്തിലും സത്യപ്രബോധകർക്ക് ശത്രുക്കളിൽ നിന്ന് നേരിടേണ്ടി വന്ന എതിർപ്പ് പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് കാരണവന്മാരുടെ വിഷയം പറഞ്ഞ് പൂർവ്വപിതാക്കളുടെ മഹത്വം പറഞ്ഞ് നിങ്ങൾ അതിനൊക്കെ എതിരാണ്, അതിൻ്റെയൊക്കെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞായിരുന്നു. വിശുദ്ധരായ നബിപുങ്കവന്മാർ ഇന്നലകൾ കഴിച്ചുകൂട്ടിയത് ഈ ഒരു ആരോപണം കേട്ടുകൊണ്ടാണ്. وكذلك ما أرسلنا من قبلك في قرية من نذير إلا قال مترفوها إنا وجدنا آباءنا على ملة وإنا على آثارهم مقتدون. സൂറത്ത് സുഖ്റുഫിന്റെ 23 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു നാട്ടിലും ഒരു മുന്നറിയിപ്പുകാരനെയും നാം നിയോഗിച്ചിട്ടില്ല. അവിടെയുള്ള സുഖലോലുപർ ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മത്തിൻ വ ഇന്നാ അലാ ആസാരിഹിം മുഖ്തദൂൻ, ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ ഒരാദർശത്തിലാണ് കണ്ടുമുട്ടിയിട്ടുള്ളത്, അവരുടെ കാൽവെപ്പുകളെ ആസാറുകളെ ഞങ്ങൾ പിന്തുടരുന്നവരാകുന്നു എന്ന്. എല്ലാ നബിമാരുടെ അളവിലും സംഭവിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. സൂറത്ത് ഇബ്രാഹിമിൽ قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى قالوا إن أنتم إلا بشر مثلنا تريدون أن تصدونا عما كان يعبد آباؤنا എന്നിങ്ങനെ ഈ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. റസൂലുമാർ പ്രബോധനം നടത്തിയതിനെക്കുറിച്ച് അപ്പോൾ പ്രബോധിതരായ എതിരാളികൾ പ്രതികരിച്ചത്, ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുന, നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യർ മാത്രമാണ്.
നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നതിനെ തൊട്ട് ഞങ്ങളെ തടുക്കുവാനാണ് എന്നാണ് പറയുന്നത്. സൂറത്ത് സബയിൽ ഈ വിഷയം മറ്റൊരു ശൈലിയിൽ വഇദാ തുത്ല അലൈഹിം ആയാതുനാ ബയ്യിനാതിൻ ഖാലൂ മാ ഹാദാ ഇല്ലാ റജുലുൻ യുരീദു അൻ യസുദ്ദകും അമ്മാ കാന യഅബുദു ആബാഉകും എന്ന് പറഞ്ഞാണ്. സൂറത്തുൽ ലുഖ്മാനിൽ വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹു ഖാലൂ ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅന. സൂറത്ത് സുഖ്റുഫിൽ ബൽ ഖാലൂ ഇന്നാ വജദ്നാ ആബാഅന അലാ ഉമ്മഹ് വ ഇന്നാ അലാ ആസാരിഹിം മുഹ്തദൂൻ എന്നിങ്ങനെയാണുള്ളത്. സൂറത്ത് സുഖ്റുഫിൽ തന്നെ നമ്മൾ കേട്ട ആയത്തിന്റെ തൊട്ടു മുമ്പ് വകദാലിക മാ അർസൽനാ മിൻ ഖബ്ലിക ഫീ ഖറിയത്തിൻ എന്ന് പറഞ്ഞ ആയത്ത് കേട്ടല്ലോ. അതിനു മുമ്പത്തെ ആയത്തിൽ ബൽ ഖാലൂ ഇന്നാ വജദ്നാ ആബാഅന അലാ ഉമ്മഹ് വ ഇന്നാ അലാ ആസാരിഹിം മുഹ്തദൂൻ. 22-ാം വചനം നോക്കൂ നിങ്ങൾ. ഞാൻ ഈ ആയത്തുകളെല്ലാം ഇവിടെ ഉണർത്തിയത് ഏതൊരു ജനവിഭാഗത്തിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതന്മാർ വന്നിട്ടുണ്ടോ അവരോടൊക്കെ ആ ജനങ്ങൾ പറഞ്ഞിരുന്നത് ഈ പാരമ്പര്യവും പൈതൃകവും പൂർവ്വപിതാക്കളും കാരണവന്മാരും ഒക്കെയാണ്. സൂറത്ത് മാഇദയിൽ വഇദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹു വഇലാ റസൂൽ ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅന ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅന. സൂറത്ത് അറാഫിൽ വഇദാ ഫഅലൂ ഫാഹിഷതൻ ഖാലൂ വജദ്നാ അലൈഹാ ആബാഅന. സൂറത്തുൽ അൻആമിൽ സയഖൂലു അല്ലദീന അശ്റകൂ ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉന. ഇങ്ങനെയാണ് ഈ വചനങ്ങളൊക്കെ ഇവിടെ കേൾപ്പിച്ചത്. ഏതൊരു പ്രവാചകനും പ്രവാചക ദൗത്യവുമായി കടന്നു വരുമ്പോൾ പ്രതിയോഗികളിൽ നിന്ന് കേൾക്കേണ്ടി വന്ന പ്രതികരണം അത് ഈ പൈതൃകവും പാരമ്പര്യവും പൂർവ്വപിതാക്കളും കാരണവന്മാരുമൊക്കെയായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ആദ് ഗോത്രം ഖാലൂ അജിഅ്തനാ ലിനഅബുദല്ലാഹ വഹ്ദഹു വനദറ മാ കാന യഅബുദു ആബാഉന എന്ന് ചോദിച്ചില്ലേ? ഹൂദേ, താങ്കൾ ഞങ്ങളുടെ അടുക്കൽ വന്നത് ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചിരുന്നതിനെ ഞങ്ങൾ വെടിയാനും വേണ്ടിയാണോ? ഹൂദ് കഴിഞ്ഞ് സമൂദ് ഗോത്രം അവരിലേക്ക് നിയുക്തനായ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ഖാലൂ യാ സാലിഹു ഖദ് കുൻത ഫീനാ മർജുവൻ ഖബ്ല ഹാദാ അതൻഹാനാ അൻ നഅബുദ മാ യഅബുദു ആബാഉന. സാലിഹ്, താങ്കൾ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നതിനെ താങ്കൾ ഞങ്ങളെ തൊട്ട് വിലങ്ങുകയാണോ എന്നാണ് അവർ ചോദിച്ചത്. മദിയൻ ഗോത്രത്തിലേക്ക് ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. അപ്പോൾ അവർ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട് യാ ഷുഐബു അസലാതുക തഅമുറുക അൻ നത്രുക മാ യഅബുദു ആബാഉന. ഷുഐബ്, താങ്കളുടെ നിസ്കാരമാണോ താങ്കളോട് കൽപ്പിക്കുന്നത് ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചിരുന്നതിനെയെല്ലാം ഞങ്ങൾ ഒഴിവാക്കണമെന്ന്? മറ്റൊരു വചനത്തിൽ അവർ ചോദിച്ചത് അജിഇതനാ ലിതൽഫിതന അമ്മാ വജദ്നാ അലൈഹി ആബാഅന. ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ കണ്ടതിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കുവാനാണോ താങ്കൾ ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് എന്നവർ ചോദിച്ചതുമുണ്ട്. ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ഈ ഒരു മറുചോദ്യം പലപ്പോഴും ഉണ്ടായത് നമ്മൾ പലയിടത്ത് വായിക്കുന്നു വിശുദ്ധ ഖുർആനിൽ. മാ ഹാദിഹി തമാസീലുല്ലതി അൻതും ലഹാ ആകിഫൂൻ. നിങ്ങൾ ഭജനയിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ എന്താണെന്നുള്ള ചോദ്യത്തിന് അവർ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജനത പറഞ്ഞത് ഖാലു വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ എന്നാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ഇവയെ ആരാധിക്കുന്നവരായിട്ടാണ് ഞങ്ങൾ കണ്ടെത്തിയത് എന്നാണ്. ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ. ഞങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കണ്ടെത്തി എന്നൊക്കെ അദ്ദേഹത്തോട് ജനത മറുത്തു പറഞ്ഞത് നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നു. ധാരാളം വചനങ്ങൾ ഇതുപോലെ വിശുദ്ധ ഖുർആനിൽ ഈ ഒരു വിഷയത്തിൽ അവതീർണമായിട്ടുണ്ട്. എല്ലാ നബിമാരും എതിർക്കപ്പെട്ടപ്പോൾ അതിലൊരു വിഷയം ഈ നബിമാരൊക്കെയും പാരമ്പര്യത്തിനെതിരാണ്, പൈതൃകം വിഗണിക്കുന്നവരാണ്, പൂർവ്വപിതാക്കളെ തള്ളിപ്പറയുന്നവരാണ്, കാരണവന്മാർക്ക് വില കൽപ്പിക്കാത്തവരാണ് എന്ന നിലക്ക് തങ്ങളുടെ അന്ധമായ അനുകരണത്തിന് അവർ ന്യായം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തമായപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ഈ ചോദ്യം ആവർത്തിച്ച് ഉന്നയിച്ചിട്ടുണ്ട്. മാ ഹാദാ ഇല്ലാ റജുലുൻ യുരീദു അൻ യസുദ്ദകും അമ്മാ കാന യഅബുദു ആബാഉകും. നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നതിനെ തൊട്ട് നിങ്ങളെ തടുക്കുവാൻ മാത്രമാണ് ഈ മനുഷ്യന് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ് ഖാലൂ ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅന. ഇങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണം. അബൂ താലിബിന്റെ ഉദാഹരണം
നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലാൻ മരണാസന്നമായി കിടക്കുന്ന അബൂ താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോഴെല്ലാം അതർഗബു അം മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ താങ്കൾ വിമുഖനാവുകയാണോ എന്ന് അബൂജഹൽ ചോദിച്ചത്, അബ്ദുള്ള ഇബ്നു അബി ഉമയ്യ ചോദിച്ചത്. അവസാനം ആ പാരമ്പര്യത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞാണ്, ബൽ അനഫി മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാണ് അബൂ താലിബ് ഈ ദുനിയാവിൽ നിന്ന് പരാജിതനായി പരലോകത്തേക്ക് പോയത്. പാരമ്പര്യത്തിലും പൈതൃകത്തിലും കടിച്ചു തൂങ്ങി വന്നണഞ്ഞ സത്യത്തെ തിരസ്കരിക്കുന്ന ഈ ഒരു പതിവ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നത് വിശുദ്ധ ഖുർആന്റെ ഈ അധ്യാപനങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നു. ആ ഒരു ശൈലി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കെതിരിൽ ഇന്നും നിലനിൽക്കുന്നു. അത് നമ്മൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നും സത്യപ്രബോധനത്തിൻ്റെ എതിരാളികളിൽ നിന്നും അവിശ്വാസികളിൽ നിന്നും ബദഈ കക്ഷികളിൽ നിന്നും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മറുത്തു പറയുന്നവരോടുള്ള ശൈലി വളരെ കടുത്ത നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വന്നത്. ഇവിടെ അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ എന്ന് അവരോട് പ്രതികരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവരുടെ പൂർവ്വപിതാക്കന്മാർ ഒട്ടും ഗ്രഹിച്ച് മനസ്സിലാക്കാത്തവരാണെങ്കിലും വലാ യഹ്തദൂൻ സൽസരണി പ്രാപിക്കാത്തവരാണെങ്കിലും അവരെ അനുകരിക്കുകയോ അവരെ പിൻപറ്റുകയോ എന്ന് ചോദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മറ്റൊരു വചനത്തിൽ അവലൗ ജിഅ്തുകും ബിഅഹ്ദാ മിമ്മാ വജദ്തും അലൈഹി ആബാഅകും എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ കണ്ടതിനേക്കാൾ സന്മാർഗം മുറ്റിയത് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നാലും നിങ്ങൾ അവരെയാണോ പിന്തുടരുക എന്ന് ചോദിക്കാനാണ് അല്ലാഹു പറയുന്നത്. മറ്റൊരു വചനത്തിൽ അവലൗ കാന ശൈത്താനു യദ്ഊഹും ഇലാ അദാബിസ് സഈർ എന്ന് പറയാനാണ് പറഞ്ഞത്. ശൈത്താൻ ആ പിതാക്കളെ കത്തിയാളുന്ന തീയിന്റെ ശിക്ഷയിലേക്ക് ക്ഷണിക്കുകയാണെങ്കിലും ആ പിതാക്കന്മാരെ നിങ്ങൾ പിന്തുടരുകയാണോ എന്ന് മറുത്തു ചോദിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. ഇങ്ങനെയൊക്കെ ഈ ഒരു പ്രതികരണത്തിന്, പൂർവികരെ പിന്തുടരുന്ന പ്രതികരണത്തിന് മറുപടി നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ എത്ര ഗൗരവമാണ് ഈ ഒരു അനുകരണത്തിന്റെ വിഷയം എന്ന് നമുക്ക് ബോധ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തമായതിൽ പിന്നെ ഏറെ ഗൗരവത്തിൽ ചികിത്സിച്ച ഒരു വിഷയമാണ് ഈ ഒരു അനുകരണത്തിന്റെ വിഷയം. ഹജ്ജത്തുൽ വദാഇന്റെ വേദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലഘട്ടത്തിന്റെ ഇത്തരം പാരമ്പര്യവാദത്തെ ഇല്ലായ്മ ചെയ്യുകയുണ്ടായി. പാരമ്പര്യവും പൈതൃകവും പറഞ്ഞ് പൂർവ്വപിതാക്കളുടെ വിഷയത്തിലുള്ള തീവ്രവിശ്വാസവും വികാരവുമേറ്റി അവർ കൊണ്ടു നടന്നിരുന്ന അന്ധവിശ്വാസങ്ങളും അക്രമങ്ങളും അന്യായങ്ങളും പലതായിരുന്നു. അവിടുത്തെ ഖുതുബയിൽ അലാ കുല്ലു ശൈഇൻ മിൻ അംരിൽ ജാഹിലിയത്തി തഹ്ത ഖദമയ്യ മൗദൂഉൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ജാഹിലിയത്തിന്റെ കാര്യങ്ങളിൽ എല്ലാം എൻ്റെ ഇരു കാലുകൾക്ക് ചുവട്ടിലും തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു. വദിമാ ഉൽ ജാഹിലിയത്തി മൗദൂഅത്തുൻ, ജാഹിലിയത്തിന്റെ രക്തപ്പകകൾ അതും തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു. വ ഇന്ന അവ്വല ദമിൻ അദഉഹു ദമു റബീഅത ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അന്നത്തെ പാരമ്പര്യത്തിൽപ്പെട്ടതായിരുന്നു ഈ രക്തപ്പക. ഒരു ഗോത്രത്തിലെ ഒരു വ്യക്തി മറ്റൊരു ഗോത്രത്തിലെ വ്യക്തിയാൽ കൊല്ലപ്പെട്ടാൽ ആ പക തീർക്കാൻ ഒരാൾക്ക് പകരം കുറെ പേരെ കൊല്ലുക, ഒരാൾക്ക് പകരം മറ്റൊരാൾ കൊല്ലപ്പെട്ടാലും ആ രക്തപ്പക വേറെയും അന്യായങ്ങളും അക്രമങ്ങളും ചെയ്യാൻ അത് കൊണ്ടു നടക്കുക, ഇതും ഈ പാരമ്പര്യത്തിൽ ഒരു അന്യായമായിരുന്നു. ഹുദൈൽ ഗോത്രത്തിലെ ഒരു മെമ്പർ നബി കുടുംബത്തിലെ റബീഅത്ത് ഇബ്നുൽ ഹാരിസ് എന്ന വ്യക്തിയെ വധിച്ചിരുന്നു. മുലയൂട്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു വധിക്കപ്പെട്ടത്. അതിനാൽ തന്നെ ഹുദൈൽ ഗോത്രത്തോട് നബി കുടുംബത്തിന് വലിയ പകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വ ഇന്ന അവ്വല ദമിൻ അദഉഹു ദിമാഉന എന്ന് പറഞ്ഞ് അലാ ലാ യജ്നി ജാനിൻ ഇല്ലാ അലാ നഫ്സിഹി, ഏതൊരു കുറ്റവാളിയും താൻ ചെയ്ത കുറ്റത്തിന്റെ പേരിലാണ് ശിക്ഷിക്കപ്പെടുക. വലാ യജ്നി വാലിദുൻ അലാ വലദിഹി, മകൻ ചെയ്ത കുറ്റത്തിന് പിതാവ് ആ കുറ്റം ഏൽക്കുകയില്ല. വല വലദുൻ അലാ വാലിദിഹി, പിതാവിന്റെ പേരിൽ മകൻ കുറ്റവാളിയാവുകയില്ല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു. ലാ യുഖദുർ റജുലു ബിജിനായത്തി അബീഹി വലാ ജിനായത്തി അഖീഹി, വാപ്പ ചെയ്ത തെറ്റിന്, സഹോദരൻ ചെയ്ത തെറ്റിന് മറ്റൊരു വ്യക്തി പിടികൂടപ്പെടുക എന്നുള്ളതില്ല എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയത്തിൽ പൈതൃകത്തിന്റെ പേരിൽ തുടർന്നിരുന്ന അക്രമങ്ങൾ, അന്യായങ്ങൾ അതൊക്കെയും അവിടുത്തെ കാൽ കീഴിൽ തമസ്കരിച്ചതായി പ്രഖ്യാപിക്കുകയുണ്ടായി. വിശുദ്ധ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടൊത്തിരിക്കെ ബനു സാലമ ഇബ്നു യർബു ഗോത്രക്കാർ ആഗതരാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സന്ധിക്കാനും ബൈഅത്ത് ചെയ്യാനുമായിരുന്നു അവരുടെ വരവ്. ഈ ബനു സാലബ ഗോത്രക്കാരെ കണ്ട മാത്രയിൽ അൻസാരികളിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന്, യാ റസൂലല്ലാഹ് ഹൗലാഇ നഫറുൽ യർബുഇയൂൻ അല്ലദീന ഖതലു ഫുലാനൻ, യർബുഇകളായി ബനു സാലബ ഇവരാണ് ഇന്ന വ്യക്തിയെ വധിച്ചിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി.
ഈ ബനൂ സാലബയിൽപ്പെട്ട ഏതോ ഒരാളെ കൊന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആ കൊലക്ക് അതിൽ പങ്കാളികളല്ലാത്ത, അത് ചെയ്യാത്ത ഈ ബനൂ സാലബ ഗോത്രക്കാരോട് കണക്ക് തീർക്കാൻ വേണ്ടിയാണ്, പ്രതിക്രിയക്ക് വേണ്ടിയാണ് അൻസാരിയായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടം ഇത് വിളിച്ചു പറയുന്നത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ ലാ തജ്നി നഫ്സുൻ അലാ ഉഖ്റ, അലാ ലാ തജ്നി നഫ്സുൻ അലാ ഉഖ്റ എന്ന് ആവർത്തിച്ച് ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല എന്നുള്ള വിഷയം അത് ആവർത്തിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. ഈ ഉദാഹരണങ്ങൾ ഉണർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞ്, പൂർവ്വപിതാക്കളെ എടുത്തു പറഞ്ഞ് അവരെ അനുകരിച്ചും പിന്തുടർന്നും അന്യായങ്ങളും അന്ധവിശ്വാസങ്ങളും പലതും കൊണ്ടു നടന്നിരുന്നു ആളുകൾ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെല്ലാം തിരുത്തുകയുണ്ടായി. അത്തരം അന്ധവിശ്വാസങ്ങളെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുകയുണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാനാണ്. അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ അഖൽ കൊണ്ടുള്ള ഉദ്ദേശം എന്ത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. അഖലുൽ ഇദ്റാഖുണ്ട്, അഖലുർ റുഷ്ദുമുണ്ട്. കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ, ഹൃദിസ്ഥമാക്കുവാൻ ഉള്ള അഖൽ, അതാണ് അഖലുൽ ഇദ്റാഖ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല അളവിലുണ്ടായിരുന്നു. വലിയ അത്ഭുതങ്ങളായിരുന്നു ആ വിഷയത്തിൽ അന്നത്തെ അറബികൾ. എന്നാൽ അഖലുർ റുഷ്ദ്, തൻ്റെ ഇടവും ഫലപ്രദമായത് തനിക്കാക്കാനുള്ള ഉദ്ദേശം വേണ്ടുക, അതാണ് അഖലുർ റുഷ്ദ്. അതായിരുന്നു അവർക്ക് ദീനീ വിഷയത്തിൽ, പരലോകത്തിൻ്റെ വിഷയത്തിൽ തീർത്തും പേർത്തും നഷ്ടമായത്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലാ യഅഖിലൂന ശൈഅൻ എന്ന്. ആ പ്രയോഗത്തിൻ്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ബുദ്ധിരാക്ഷസന്മാരായി പല ആളുകൾ അന്ന് പ്രസിദ്ധരാണ്. തികഞ്ഞ ചിന്തയും ഗ്രാഹ്യശക്തിയും ഉള്ളതിനാൽ പലരും ദുൽ ഖൽബൈൻ എന്ന് ജാഹിലിയത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. 2 കൽബുകൾ ഉള്ളവർ എന്ന പേരിൽ ജമീൽ ഇബ്നു മഅമർ അൽ ജുമഹി അൽ ഫിഹ്രി എന്ന് പറയുന്ന വ്യക്തി, അയാൾ അങ്ങനെ വിശേഷിപ്പിക്കപ്പെടാൻ കാരണം അയാളുടെ ചിന്തയും ബുദ്ധിയുമായിരുന്നു. അതേപോലെ അബ്ദുള്ള ഇബ്നു ഖത്തൽ എന്ന് പറയുന്ന വ്യക്തി ദുൽ ഖൽബൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളായിരുന്നു. അങ്ങനെ വിശേഷിപ്പിക്കപ്പെടാൻ കാരണം അയാളുടെ വലിയ ചിന്തയും കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കഴിവുമായിരുന്നു. പല ബുദ്ധിരാക്ഷസന്മാരെക്കുറിച്ചും ജാഹിലിയത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹിദായത്തിൽ ഇടം കാണാൻ അഖലുർ റുഷ്ദ് അവർക്കുണ്ടായില്ല. എന്നാൽ കാര്യങ്ങൾ പൊടുന്നനെ ഗ്രഹിച്ച് വിധി പറയാനും തീരുമാനങ്ങൾ പറയാനും ദുന്യവിയായി തങ്ങൾക്ക് ഫലപ്രദമായ കാര്യങ്ങളെ ആവിഷ്കരിക്കാനുമൊക്കെ അവർക്ക് കഴിയുമായിരുന്നു. നല്ലത് കൊള്ളാനും തീയത് തള്ളാനുമൊക്കെ ബുദ്ധിയും കഴിവുമുള്ളവർ, അന്ധമായ അനുകരണത്താൽ ഇങ്ങനെയൊക്കെ കഴിവുള്ളവർ പതിതരായ ചരിത്രം നമ്മൾ അക്കാലഘട്ടങ്ങളിലേത് വായിക്കുന്നു. ദുറൈദ് ഇബ്നു അസ്സിം അൽ ജുഷമി അൽ ബക്കരി അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമായ നാളിൽ ഇവിടെ ജീവിച്ച മനുഷ്യനാണ് ഈ ദുറൈദ് ഇബ്നു അസ്സിമ്മ. വലിയ ബുദ്ധിജീവിയായിരുന്നു, കവിയായിരുന്നു. അയാൾ ഹവാസിൻ ഗോത്രത്തിൽ പടുവൃദ്ധനായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ഹുനൈൻ യുദ്ധത്തിൽ അയാൾ പങ്കാളിയായിട്ടുണ്ട്. അയാളെ ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചത് തന്നെ അയാളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും കഴിവുകളെ ഉപയോഗപ്പെടുത്താനും വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. ഹുനൈൻ യുദ്ധത്തിൽ ഈ ദുറൈദ് ഇബ്നു സിമ്മ കൊല്ലപ്പെടുന്നുണ്ട്. റബീഅത്ത് ഇബ്നു റഫീഅ റളിയല്ലാഹു തആല അൻഹു ഈ ദുറൈദ് ഇബ്നു സിമ്മയെ പിടികൂടുമ്പോൾ ദുറൈദ് റബീഅ ഇബ്നു റഫീഅ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുന്നുണ്ട്. താങ്കൾ ആരാണെന്നും എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ചോദിക്കുമ്പോൾ ഞാൻ റബീഅത്ത് ഇബ്നു റഫീഅ ആണെന്നും താങ്കളെ വധിക്കാനാണ് ഉദ്ദേശമെന്നും പറയുമ്പോൾ എന്നെ വധിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വധിക്കേണ്ട കോലം രീതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദുറൈദ് ഇബ്നു സിമ്മ. ഞാൻ അങ്ങനെയാണ് ആളുകളെ വധിക്കാറുള്ളത് എന്നും അയാൾ അറിയിക്കുന്നുണ്ട്. തൻ്റെ എതിരാളിയുടെ വാൾമുനക്ക് മുന്നിൽ വധിക്കപ്പെടുമെന്ന് ഉറപ്പായിട്ടും കരുത്തോടെ തികഞ്ഞ ബോധ്യത്തോടെ നിലയുറപ്പിച്ച് മരണമേറ്റുവാങ്ങിയ ഈ ദുറൈദ് ഇബ്നു സിമ്മ പറഞ്ഞൊരു കവിത അവരുടെയൊക്കെ അന്ധമായ അനുകരണം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായി പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്. ഇദ്ദേഹം പറയുന്നത് അമർത്തുഹും അംരി ബിമുൻ ആരിജിൽ ലിവ ഫലം യസ്തബീനു റുഷ്ദ ഇല്ലാ ദുഹൽ ഗദി ഫലമ്മ അസൗനി കുൻതു മിൻഹും വഖദ് അറ ഗിവായതഹും വഅന്നനി ഗൈറു മുഹ്തദി വഹൽ അന ഇല്ലാ മിൻ ഗസിയ്യത ഇൻ ഗവത് ഗവൈതു വഇൻ തർഷുദ് ഗസിയ്യതു അർഷുദി എന്നാണ്. മുൻഅരിജുൽ ലിവ എന്ന സ്ഥലം, അവിടെ വെച്ച് ഞാൻ എൻ്റെ കാര്യം എൻ്റെ ഗോത്രക്കാരോട് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞത് വിവേകത്തിൻ്റെ വർത്തമാനമാണ്. ആ വർത്തമാനം എൻ്റെ ജനതയ്ക്ക് ഗോത്രത്തിന് ബോധ്യപ്പെടുന്നത് പിറ്റേന്നത്തെ പൂർവാഹനത്തിലാണ്. ഞാൻ പറഞ്ഞത് പിറ്റേ ദിനം പൂർവാഹനത്തിൽ അവർക്ക് ബോധ്യപ്പെടുന്നത് വരെ അവർ വഴികേടിലാണ്. അവർ ഞാൻ പറഞ്ഞതിന് എതിരിലുമാണ്. ഫലമ്മ അസൗനി കുൻതു മിൻഹും വഖദ് അറ ഇഗ്വായതഹും വഅന്നനി ഗൈറു മുഹ്തദി.
അവർ എനിക്കെതിരിലാണ്, ഞാൻ അവർ വഴികേടിലാണെന്നത് കാണുന്നു. ഞാൻ അവരോടൊപ്പം വർത്തിക്കുമ്പോൾ ഞാൻ സന്മാർഗത്തിലല്ല എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എന്നിട്ടും എൻ്റെ ജനത പിറ്റേന്നത്തെ പൂർവാഹനത്തിൽ വിവേകം ഉദിക്കുന്നത് വരെയുള്ള ആ സമയം വഴികേടിൽ കഴിഞ്ഞപ്പോൾ ഞാനും ആ വഴികേടിൽ അവരോടൊപ്പം നിലയുറപ്പിച്ചു. വഹൽ അന ഇല്ലാ മിൻ ഗസിയ്യത ഇൻ ഗവത് ഗവൈതു വ ഇൻ തർഷുദ് ഗസിയ്യതു അർഷുദി എന്നാണ്. എന്തിനാണ് ഞാൻ ഒരു ദിനം മുഴുവൻ വഴികേടിൽ എൻ്റെ ഗോത്രമായ ഗസിയയോടൊപ്പം വർത്തിച്ചത്? ഞാൻ ഗസിയയിൽ ഒരു മെമ്പറാണ്. അതുകൊണ്ട് തന്നെ ഗസിയ വഴികേടിലാണ് എങ്കിൽ ഞാനും വഴികേട് പ്രവർത്തിക്കും. ഗസിയ വിവേകം പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഞാനും വിവേകം പ്രവർത്തിക്കും എന്നാണ് ഈ ദുറൈദ് ഇബ്നു സിമ്മ എന്ന ബുദ്ധിരാക്ഷസൻ പറയുകയുണ്ടായത്. നോക്കൂ, നിങ്ങളിവിടെ നന്നായി ഗ്രഹിക്കാൻ ബുദ്ധിയുണ്ട്. അയാളുടെ ബുദ്ധി പരിഗണിച്ചാണ് വാർദ്ധക്യത്തിന് അങ്ങേയറ്റത്തിലും യുദ്ധമുഖത്തേക്ക് അദ്ദേഹം നയിക്കപ്പെടുന്നത്. പക്ഷെ എന്നാലും അറിഞ്ഞുകൊണ്ട് അന്യായത്തിൽ അവിവേകത്തിൽ അയാൾ തുടരുന്നു. അനുകരണ ഭ്രമം നിമിത്തം. ആരോടുള്ള അനുകരണ ഭ്രമം? തൻ്റെ ആളുകളോട്, തൻ്റെ ഗോത്രത്തോട്, തൻ്റെ പൈതൃകത്തോട് എന്നുള്ളതാണ്. ഇത് അക്കാലഘട്ടത്തിലെ പല ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ എന്ന് പ്രതികരിക്കാൻ പറഞ്ഞപ്പോൾ എന്തിനാണ് അങ്ങനെ പ്രതികരിക്കാൻ പറഞ്ഞത്? അതിൽ പല വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. അത് മനസ്സിലാക്കൽ അനിവാര്യവുമാണ്. എന്തുകൊണ്ട്? അന്നത്തെ മാത്രം ഒരു പ്രത്യേകതയല്ല ഈ അന്ധമായ അനുകരണം, എക്കാലഘട്ടത്തിൻ്റെയും പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ ഒരു അന്ധമായ അനുകരണത്തിൻ്റെ അപകടം എത്രയാണ് എന്ന് ബോധ്യപ്പെടാൻ നമുക്ക് ചില ചരിത്രങ്ങൾ കൂടി ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.